ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അതിഥി രവി. ജനുവരി 11 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ഞാൻ പള്ളുരുത്തിയിൽ വരുന്നു. നല്ല സ്വർണം എന്ന് ഇതിനോടകം പേരെടുത്ത സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മൂന്നാമത്തെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാം. അപ്പോൾ മറക്കണ്ട, ജനുവരി 11 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് പള്ളുരുത്തിയിൽ വെച്ച് കാണാം. സീ ഓൾ ദെയർ. പെരുമ്പളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS സപ്തദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. പെരുമ്പളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ നടന്നു വന്ന സപ്തദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. അല്ലെങ്കിൽ ലോകത്തെല്ലായിടത്തും എല്ലാവരുടെയും മനസ്സ് നന്നായി എന്ന് പാടാൻ കഴിയണം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളൊക്കെ ഇവിടേക്ക് കൂടിയത്. കാരണം നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഘട്ടത്തിലൂടെയാണ് യുവാക്കളാണല്ല. യുവാക്കൾ എന്ന് പറയാൻ എത്ര വയസ്സുണ്ട്? 14-15 വയസ്സല്ലേ? അപ്പൊ നിങ്ങൾ യുവത്വത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ യുവത്വത്തിൻ്റെതായ പ്രസരിപ്പിൽ ആ പ്രസരിപ്പുണ്ട്. എന്തിരുപത് തെറിച്ച 30 അറിവ് നാമെന്നാണ്. അതാരാണ് തെറിച്ച 30 എന്ന് പറഞ്ഞത്? 7 ദിവസത്തെ ക്യാമ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, 7 ദിവസം നമ്മുടെ വീടുമായി വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. ഒരുപക്ഷെ ചില ആളുകൾക്കെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടവും വിഷമവും ഉണ്ടാവും. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം 3 ദിവസം കഴിഞ്ഞ് 7ാമത്തെ ദിവസം നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ക്യാമ്പ് 2 ദിവസത്തേക്കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്ന നിലയിലേക്ക് ഈ ക്യാമ്പ് മാറാൻ കഴിയും. ഡിസംബർ 26 ആരംഭിച്ച സപ്തദിന സഹവാസ ക്യാമ്പാണ് സമാപിച്ചത്. കുട്ടികളെ സംബന്ധിച്ച് ഒരു മികച്ച അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ അതിന് വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും ചെയ്തിട്ടുണ്ട്. NSS സപ്തദിന ക്യാമ്പിൻ്റെ ആരംഭ ദിവസമായിരുന്നു. ഏകദേശം 50 കുട്ടികളും ടീച്ചേഴ്സും അടങ്ങുന്ന ഗ്രൂപ്പാണ് ഇന്നിവിടെ സന്നിഹിതനായിരിക്കുന്നത്. സാമൂഹ്യ പ്രതിബദ്ധത ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കഷ്ടപ്പാട് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു മക്കളാണ് ഇന്നത്തെ തലമുറയിലുള്ളത്. കാരണം നമ്മൾ വിഷമിക്കുമ്പോൾ, ചില കുട്ടികൾ നമ്മൾ വിഷമിക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കും. പക്ഷെ ചില പിള്ളേർക്ക് ഇപ്പോഴും അച്ഛൻ എന്താണ്, അമ്മ എന്താണ്, അവരുടെ കഷ്ടപ്പാട് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതിൽ നമുക്കിപ്പോൾ നമ്മുടെ പരിസരത്ത് തന്നെ ഓരോ കാര്യങ്ങൾ കാണിക്കണമെങ്കിൽ നമുക്ക് വളരെ വിഷമമുണ്ട്. കാരണം എന്നെപ്പോലെ തന്നെയാണല്ലോ എല്ലാ അമ്മമാരും രാവിലെ തൊട്ട് വെളുപ്പിന് എഴുന്നേറ്റ് വീട്ടിലെ ജോലികൾ ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഈ ജോലിക്ക് വരുന്നത്. പക്ഷെ അതിൻ്റെ വേദന മനസ്സിലാക്കാത്ത വിവിധ സെഷനുകളിൽ പ്രമുഖർ ക്ലാസ് നയിച്ചു. ന്യൂസ് ബ്യൂറോ, പെരുമ്പളം.